ജനങ്ങൾക്ക് ഒരു വാല്യൂ കൊടുക്കണില്ല എന്നുള്ളതാണ്. അതായത് ഇതിനെക്കുറിച്ച് ഇങ്ങോട്ട് ആരും സംസാരിക്കണില്ല, ഒരു സമരങ്ങളില്ല, പാർട്ടിക്കാരുടെ ഇടപെടലുകളില്ല. ഇതിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തത് റെക്കോർഡ് ചെയ്തതിന് ശേഷം മുസ്ലിം ലീഗിൻ്റെ ഒരു വാഴ വെച്ചിട്ടുള്ള ഒരു പരിപാടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് കാര്യമായിട്ടുള്ള യുവജന സംഘടനകളുടെ ഇടപെടലുകളൊന്നും ഇല്ല. കാരണം ഈ നാട് നശിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള തർക്കങ്ങളാണ്, അതിൻ്റെ തിരക്കിലാണ് ആളുകൾ. ജനങ്ങൾക്ക് നല്ല സേവനം കൊടുക്കണം എന്നുള്ളൊരു ചിന്തയൊന്നുമില്ല. ഇത് കേരളത്തിൽ നമ്മുടെ ഈ നാട്ടിലല്ലാതെ വേറെ എവിടെയെങ്കിലും പറ്റുമോ? മറ്റ് രാജ്യങ്ങളൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അത്ഭുതം തോന്നും. ഒരാൾ പറയണ്ട, അത് കൃത്യസമയത്ത് പ്രധാനപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട ആളുകൾ ഇടപെടലുകൾ നടത്തിയിട്ട് അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അത് ചെയ്തില്ലെങ്കിൽ ഭയങ്കരമായ മിസ്റ്റേക്കാണ് അവരുടെ ഭാഗത്ത് സംഭവിച്ചിരിക്കണം എന്നുള്ളൊരു ആ രീതിയിലാണ് കാര്യങ്ങൾ പോണത്. ഇവിടെ ഇതൊന്നും പ്രശ്നമില്ല, ആർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ടെൻഡർ കൊടുക്കുന്നു, അവർ വരുന്നു, തോന്നിയ പോലെ പണിയെടുക്കുന്നു, കുറേ പൈസ ഇതിന് ചാമ്പും, എന്നിട്ട് അവരെ ഹാലിന് പോവും. നമ്മളിതൊക്കെ ഇങ്ങനെ കണ്ട് ഇപ്പോൾ എന്താണ് ഈ റോഡിൻ്റെ അവസ്ഥ നോക്ക്. ഇത് എന്തീ കാണുന്നത്? മനുഷ്യന്മാർ പോവല്ലേ. ഇതിനകത്ത് വയ്യാത്ത ആളുകൾ പോകുന്നുണ്ടാവും, സുഖമില്ലാത്ത പല ആളുകൾ പോകുന്നുണ്ടാവും, പ്രസവ വേദനയായിട്ട് പോകുന്നുണ്ടാവും, പ്രായമുള്ള ആളുകളുണ്ടാവും, കുട്ടികളുണ്ടാവും. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് നമ്മുടെ നാടിന്. വർഷങ്ങളായിട്ട് ഇത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വർഷങ്ങളായിട്ട് ആരെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇടപെട്ടിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഇന്ന് പരിഹാരം ഉണ്ടാക്കാനല്ല, ഇനിയുള്ള കാലം മുഴുവനായിട്ട് പരിഹാരം ഉണ്ടാക്കാം. മഴക്കാലം വരുന്നതിന് മുമ്പ് പരിശോധനകൾ നടത്തണം റോഡുകളിൽ, എന്നിട്ട് പണി പൂർത്തിയാക്കണം മഴക്കാലത്തിന് മുമ്പ്. പൊന്നാനിയുടെ ഹൃദയഭാഗത്താണ്. ഹൃദയഭാഗം എന്ന് പറയുമ്പോൾ പൊന്നാനി ഗവൺമെന്റ് ഹോസ്പിറ്റലും അതുപോലെ തന്നെ കുട്ടികളും സ്ത്രീകളുടെ വലിയൊരു മെഡിക്കൽ കോളേജ് സംവിധാനത്തിലുള്ള ഹോസ്പിറ്റലും ആ റോഡാണ്. അതായത് പൊന്നാനി കോസ്റ്റൽ ഏരിയ, പൊന്നാനി കോസ്റ്റൽ റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് വളരെ മോശമായ ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അത്രയും മോശം അവസ്ഥയിലാണ് ഇവിടുത്തെ റോഡുകളുള്ളത്. നമ്മൾ കോടതിപ്പടി, അതായത് പ്രധാനപ്പെട്ട കോർട്ട് റോഡാണിത്. ഇത് കോടതിപ്പടി റോഡാണ്. ഇവിടെ തന്നെയാണ് സിവിൽ സ്റ്റേഷൻ വരുന്നത്, ഇവിടെ തന്നെയാണ് വില്ലേജ് ഓഫീസ് വരുന്നത്, ഇവിടെ തന്നെയാണ് മത്സ്യബീഡിന്റെ ഓഫീസ് വരുന്നത്, ഈ വഴി തന്നെയാണ് ബസ് സ്റ്റാൻഡ് വരുന്നത്. ബസ്സും വലിയ വലിയ വാഹനങ്ങളൊക്കെ പോണ ഈ ഇടുങ്ങിയ റോഡാണിത്. ഇവിടെ ഒരു സൗകര്യം ഉണ്ടാക്കാൻ ഇതുവരെ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ റോഡ് മഴയ്ക്ക് മുമ്പ് ശരിയാക്കാൻ അവസരം ഉണ്ടായിട്ടും അവർ ശരിയാക്കാതെ ഈ ഒരു അവസ്ഥയിലേക്ക് ഇട്ടതാണ്. പ്രധാനപ്പെട്ട കാര്യം, ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ, വാട്ടർ അതോറിറ്റിയോ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് അറിയില്ല, സൈഡ് റോഡ് കീറി മുറിച്ചിട്ട് ഇതിനകത്ത് കൂടെ പൈപ്പ് അയക്കേ അങ്ങനെ എന്തോ ഒരു സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 2-3 മാസത്തിനിടയിൽ. ആ നടക്കുന്ന സമയത്ത് അത് അവർ സാധാരണ കുഴിച്ച പോലെ തന്നെ മണ്ണിട്ട് മൂടിയിട്ട് അവരവരെ വീട്ടിൽ പോയി. ഗവൺമെന്റിന്റെ അതായത് ഈ റോഡിന്റെ വിഭാഗം, റോഡിന്റെ അതോറിറ്റി ആരാണ്? PWD ആരോ ആവട്ടെ, ഏത് ടീമാവട്ടെ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതപ്പൊ തന്നെ വന്നുങ്ങായിട്ട് മൂടി പോകണമെന്നുണ്ടെങ്കിൽ ഇത്തരം മോശം അവസ്ഥയിലേക്ക് റോഡ് മാറില്ല എന്നുള്ളതാണ്. പിന്നീട് ജനങ്ങളുടെ കംപ്ലൈന്റ് കൂടിയിട്ട് അവർ കുറച്ച് കല്ലും കട്ടയും കൊടുത്തിട്ടെന്നല്ലാതെ റോഡ് കൃത്യമായ രീതിയിലല്ലേ. ഇപ്പൊ വാഹനങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും, വൺ സൈഡ് മാത്രമേ പോകണുള്ളൂ. മറ്റു സൈഡിൽ വരുന്ന വാഹനങ്ങൾ അവിടെ നിർത്തിയിട്ട് ഇവിടെ ട്രാഫിക് കൺട്രോൾ ചെയ്തതുപോലെ അവരവിടെ നിർത്തിയിട്ട് ഇവർ പോയതിന് ശേഷം അവർ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് സാധാരണ രീതിയിൽ ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, ഇതിന്റെ അധികാരികൾ എത്രയും വേഗം ശരി, എല്ലാ വർഷവും നമ്മളിത് പറയാറുണ്ട്, അവരൊന്നും ബുദ്ധിയില്ലാത്ത ആളുകളൊന്നുമല്ല, നല്ല ബുദ്ധിയും തന്നോടുള്ള ആളുകളാണ് ഇവിടുത്തെ അധികാരികൾ. അവർക്കിത് മഴക്ക് മുമ്പ് ഇവർക്ക് ചെയ്തു തീർക്കാൻ പറ്റും, വൃത്തിയുള്ള റോഡ് കൊടുക്കാൻ പറ്റും. ഈ ടാക്സ് അടിച്ചിങ്ങോട്ട് ലക്ഷക്കണക്കിന് രൂപ ടാക്സ് അടിച്ചിട്ടാണ് ഓരോ വണ്ടികളും പോകുന്നത്. വലിയ വലിയ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡുകളാണിത്. അവർ ടാക്സും കൊടുത്ത് പോയിട്ട് ഈ പൊളിഞ്ഞ റോഡിൽ കൂടെ ടയറും കംപ്ലൈന്റ് ആയി, വണ്ടിന്റെ നെറ്റും ബോൾട്ടും ലൂസായി, ലീഫിന്റെ ബോൾട്ട് വരെ ലൂസായിട്ടുള്ള അവസ്ഥയിലാണ് വാഹനങ്ങൾ എന്ത് ചെയ്യുന്നത് പിന്നീട് ഇവിടുന്ന് പോണത്. അപ്പൊ ടാക്സ് കൊടുത്ത് വണ്ടി ഓടിച്ച് ഇവർ പറയുന്ന സ്ഥലത്ത് ടോളിന്റെ പിരിവും കൊടുത്ത് ഫാസ്ടാഗ് ഒട്ടിച്ചിട്ട് ഒക്കെ സംവിധാനങ്ങൾ ഗവൺമെന്റ് പറയുന്നതൊക്കെ അംഗീകരിച്ചു പോയിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണില്ല, നല്ലൊരു റോഡ് സംവിധാനം ചെയ്യാൻ പറ്റണില്ല. അപ്പൊ ടാക്സ് കൊടുത്തതായിട്ടാണ് എന്ത് ചെയ്യണത് ഈ വാഹനങ്ങൾ ഈ വഴിക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒരു ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും മറന്നു പോകുന്നുണ്ട് നമ്മളെ സർക്കാർ, അല്ലെങ്കിൽ ഇവിടുത്തെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ചെയ്യാത്തത് അവര്. നമുക്കറിയില്ല ഇതൊക്കെ ആരൊക്കെയാണ് ചെയ്തു തീർക്കേണ്ടതെന്ന് നമുക്കറിയില്ല. നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പൊന്നാനിയിലെ തീരദേശത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് സംസാരിച്ചതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു റോഡാണ് ഇത്. വാഹനങ്ങളുടെ തിരക്ക് കണ്ടാൽ മനസ്സിലാവും. സ്കൂൾ ടൈമാണ്, ഒരുപാട് വാഹനങ്ങളും ബസ്സും പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പൊളിഞ്ഞ റോഡിൽ കൂടെ. അപ്പൊ ഇതിനൊക്കെ എന്ത് സമാധാനം പറയും? ഇന്നലെ തന്നെ ആ വഴിയിൽ 2 വാഹനങ്ങൾ വീഴുണ്ടായി, ഒരു ഫാമിലി വന്നിട്ട്. അപ്പോ അവർക്ക് വന്ന പരിക്ക് അല്ലെങ്കിൽ അവരുടെ വാഹനത്തിന് വന്നിട്ടുള്ള കംപ്ലൈന്റ് ആര് ശരിയാക്കി കൊടുക്കും? അവർ ടാക്സ് അടക്കമായിട്ടാണോ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ റൂൾ അവർ അംഗീകരിക്കാത്തതുകൊണ്ടാണോ? അല്ല, അവരെല്ലാ തരത്തിലുള്ള ഗവൺമെന്റ് പറയുന്നത് എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ട്
അവർ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ സ്കൂൾ വിട്ടുകഴിഞ്ഞിട്ട് കുറെ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. തൊട്ടടുത്ത് സ്കൂൾ തന്നെയാണ്. നിങ്ങൾ ഈ കാണുന്ന വലിയ കുഴിന്റെ തൊട്ടടുത്തൊരു സ്കൂളാണുള്ളത്. കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എയർ ബ്രേക്കോ അല്ലെങ്കിൽ വണ്ടിക്ക് നല്ല സംവിധാനങ്ങൾ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. അപകടം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്രയും വലിയ കുഴികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ടയർ പൊട്ടിയിട്ട് ഏതെങ്കിലും സൈഡിലേക്ക് കൺട്രോൾ ഇല്ലാതെ വണ്ടി ഇടിച്ചു കയറാം. പലതരം അവസ്ഥകൾ ഉണ്ടാവാം. എത്രയും വേഗം എന്ത് ചെയ്യലാണ്, ഈ റോഡ് ശരിയാക്കാന്നുള്ളതാണ്. തുടർന്നിട്ടുള്ളത് നമുക്ക് പറയാനുള്ളത് ഈ റോഡ് ശരിയാക്കണം എന്നുള്ള കാര്യമല്ല, വർഷാവർഷം കംപ്ലൈന്റ് ആകുമ്പോൾ അതാത് സമയത്ത് കൃത്യസമയത്ത് റോഡ് ശരിയാക്കി പോകാന്നുള്ളതാണ്. പഴയ കാലഘട്ടമല്ലല്ലോ, അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ നാട്ടിൽ മാത്രമാണല്ലോ റോഡുകൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. റോഡുകൾ പൊളിയാത്ത ഏരിയകൾ ഒരുപാട് വേറെ ഉണ്ടല്ലോ, പല രാജ്യങ്ങളുണ്ടല്ലോ. പല സ്ഥലങ്ങളിലും പോയിട്ട് പലതരത്തിലുള്ള സംവിധാനങ്ങൾ പഠിച്ചിട്ടാണ് ഗവൺമെന്റ് വരുന്നത്. പിന്നെ എന്താണ് അവർക്ക് റോഡ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റാത്തത്? നമ്മുടെ നാട്ടിൽ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് റോഡ് പൊളിയ എന്നുള്ളത്. ഇപ്പോ മന്ത്രി മുഹമ്മദ് റിയാസ് വളരെ കാര്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും ഇത്തരം ഒരു അവസ്ഥ പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ പ്രധാനപ്പെട്ടിട്ടുള്ള കോസ്റ്റൽ ഏരിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും അധികാരികളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ വളരെ എന്താ പറയാ വളരെ മോശമായിട്ടുള്ള എന്താ പറയാ ഒരു ഇടപെടൽ കാരണം കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു അവസ്ഥയിൽ നമ്മുടെ നാട് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് പറയാനുള്ളത് എത്രയും വേഗം ഈ റോഡ് ശരിയാക്കുക. ഇനി വരാനുള്ള എല്ലാ നാളുകളിലും മഴക്കാലം വരുന്നതിന് മുമ്പ് റോഡുകൾ പരിശോധിച്ചിട്ട് റോഡുകൾക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കുക. റോഡുകൾ ശരിയാക്കാനുള്ള റോഡുകൾ, പാച്ച് വർക്ക് എടുക്കേണ്ട റോഡുകൾ, അതൊക്കെ ശരിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. എടുത്തോ, മൊത്തം കവർ ചെയ്തു.